PSC PYQയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് NCERTയിലെ കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് നോക്കുന്നത്. നമ്മൾ ഇന്ന് +2ന്റെ ഹിസ്റ്ററിയുടെ അധ്യായം 12 മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും നിയമലംഘനവും അതിനപ്പുറവും എന്ന ചാപ്റ്ററിലെ കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് നോക്കാം. അപ്പോൾ +2ന്റെ കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ്, ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ചത് രാജ്കുമാർ ശുക്ല. ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ചത് രാജ്കുമാർ ശുക്ല. ഗാന്ധിജിയെ അഹമ്മദാബാദ് മിൽ സമരത്തിലേക്ക് ക്ഷണിച്ചത് അനസൂയ ബെഹൻ. ഗാന്ധിജിയെ അഹമ്മദാബാദ് മിൽ സമരത്തിലേക്ക് നയിച്ചത് അനസൂയ ബെഹൻ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ചത് രാജ്കുമാർ ശുക്ല, എന്നാൽ ഗാന്ധിജിയെ അഹമ്മദാബാദ് മിൽ സമരത്തിലേക്ക് ക്ഷണിച്ചത് അനസൂയ ബെഹൻ. ഗാന്ധി ഇൻ ചമ്പാരൻ എന്ന കൃതി രചിച്ചത് DG ടെണ്ടുൽക്കർ ആണ്. ഗാന്ധി ഇൻ ചമ്പാരൻ എന്ന കൃതി രചിച്ചത് GD ടെണ്ടുൽക്കർ ആണ്. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണം നടന്ന സ്ഥലമാണ് ബീഹാറിലെ ചമ്പാരൻ. 1917 നെക്സ്റ്റ്, ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം 1916 ഫെബ്രുവരിയിലാണ്. ഏറ്റവും ആകർഷകമായ പരിപാടി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം. ഏറ്റവും ആകർഷകമായ പരിപാടി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം 1893. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം 1893. എന്നാൽ ഗാന്ധിജി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം 1915 ജനുവരി 9. ഗാന്ധിജി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം 1915 ജനുവരി 9. നെക്സ്റ്റ്, ഗാന്ധിജി ആദ്യമായി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ സംഭവം ഉപ്പ് സത്യാഗ്രഹം. ഗാന്ധിജി ആദ്യമായി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ സംഭവം ഉപ്പ് സത്യാഗ്രഹം. വൻതോതിൽ സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ ദേശീയ സമരം ഉപ്പ് സത്യാഗ്രഹം. വൻതോതിൽ സ്ത്രീകൾ പങ്കെടുത്ത ആദ്യത്തെ ദേശീയ സമരം ഉപ്പ് സത്യാഗ്രഹം. കൂടാതെ ടൈം മാഗസിന്റെ കവർ ചിത്രത്തിൽ ഇടം പിടിച്ച ആദ്യത്തെ ഭാരതീയനും ഗാന്ധിജിയാണ്. ടൈം മാഗസിൻ കവർ ചിത്രത്തിൽ ഇടം പിടിച്ച ആദ്യത്തെ ഭാരതീയനും ഗാന്ധിജിയാണ്. നെക്സ്റ്റ്, നിയമലംഘന സമരത്തിന് ശക്തി പകരാനായി ഓൾ ബംഗാൾ സിവിൽ ഡിസോബീഡിയൻസ് കൗൺസിൽ സ്ഥാപിച്ചതാര്? JM സെൻഗുപ്ത. നിയമലംഘന സമരത്തിന് ശക്തി പകരാനായി ഓൾ ബംഗാൾ സിവിൽ ഡിസോബീഡിയൻസ് കൗൺസിൽ സ്ഥാപിച്ചതാരാണ്? JM സെൻഗുപ്ത. നെക്സ്റ്റ്, ഒന്നാം വട്ടമേശ സമ്മേളനം 1930 നവംബറിൽ. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിലാണ്. മൂന്നാം വട്ടമേശ സമ്മേളനം 1932 നവംബറിൽ ലണ്ടനിൽ വെച്ചാണ്. നെക്സ്റ്റ്, പാകിസ്ഥാൻ വാദം അവതരിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ വാദം അവതരിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്ന. ഓഗസ്റ്റ് വാഗ്ദാനം പ്രഖ്യാപിച്ച വൈസ്രോയി ലിൻ ലിത്കോ പ്രഭു. ഓഗസ്റ്റ് വാഗ്ദാനം പ്രഖ്യാപിച്ച വൈസ്രോയി ലിൻ ലിത്കോ പ്രഭു. അപ്പോൾ അത് രണ്ടും മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഗാന്ധിജിക്ക് വരുന്ന കത്തുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം. ഗാന്ധിജിക്ക് വരുന്ന കത്തുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഉണ്ടായിരുന്നു. ഏതാണെന്നറിയാവോ? ഹരിജൻ പത്രം. ഹരിജൻ പത്രത്തിലാണ് അദ്ദേഹം കത്തുകൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. എന്നാൽ നെഹ്റുവിന് ലഭിച്ച എല്ലാ കത്തുകളും ചേർത്ത് എഡിറ്റ് ചെയ്ത് ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? എ ബെഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ്. എന്നാൽ നെഹ്റുവിന് ലഭിച്ച എല്ലാ കത്തുകളും ചേർത്ത് എഡിറ്റ് ചെയ്ത് ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? എ ബെഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ്. അപ്പോൾ ഗാന്ധിജിക്ക് വരുന്ന കത്തുകൾ പ്രസിദ്ധീകരിച്ചിരുന്നത് ഹരിജനിലും, ജവഹർലാൽ നെഹ്റുവിന് ലഭിച്ച എല്ലാ കത്തുകളും എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിരുന്നത് എ ബെഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ്. നെക്സ്റ്റ്, കുറച്ച് ബയോഗ്രഫിയാണ്. ജവഹർലാൽ നെഹ്റു എ ബയോഗ്രഫി എഴുതിയതാരാണ്?
സർവേപ്പള്ളി ഗോപാൽ. ജവഹർലാൽ നെഹ്റു എ ബയോഗ്രഫി എഴുതിയത് സർവേപ്പള്ളി ഗോപാൽ. ഗാന്ധി ഇൻ ഹിസ് ടൈം ആൻഡ് അവേഴ്സ് എഴുതിയത് ഡേവിഡ് ഹാർഡിമാൻ ആണ്. ഗാന്ധി ഇൻ ഹിസ് ടൈം ആൻഡ് അവേഴ്സ് എഴുതിയത് ഡേവിഡ് ഹാർഡിമാൻ ആണ്. മോഡേൺ ഇന്ത്യ 1885 1947 എഴുതിയത് സുമിത് സർക്കാർ. മോഡേൺ ഇന്ത്യ 1885 1947 എഴുതിയത് സുമിത് സർക്കാർ ആണ്. നെക്സ്റ്റ് 1948 ജനുവരി 20 ഗാന്ധിജിയെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച വ്യക്തി മദൻലാൽ പഹ്വ. 1948 ജനുവരി 20 ഗാന്ധിജിയെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച വ്യക്തി മദൻലാൽ പഹ്വയും 1948 ജനുവരി 30 വെള്ളിയാഴ്ച ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാരാണ്? നാഥുറാം ഗോഡ്സെ. 1948 ജനുവരി 30 വെള്ളിയാഴ്ച ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് നാഥുറാം ഗോഡ്സെ ആണ്. അപ്പോൾ ഗാന്ധിജിയെ വധിക്കാൻ ശ്രമിച്ചത് മദൻലാൽ പഹ്വയും ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് നാഥുറാം ഗോഡ്സെയുമാണ്. മദൻലാൽ പഹ്വയും നാഥുറാം ഗോഡ്സെയുമാണ്. നെക്സ്റ്റ് നമുക്ക് ടൈം ലൈൻ നോക്കാം. 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തുന്നു. 1917 ചമ്പാരൻ സത്യാഗ്രഹം. 1918 ഖേദയിലെ കർഷക പ്രസ്ഥാനം. 19 റൗലറ്റ് സത്യാഗ്രഹം. 21 നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും. 28 ബർദോളിയിലെ കർഷക സമരം. 30 സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 31 ഗാന്ധി ഇർവിൻ കരാർ. 35 പ്രാതിനിധ്യ ഗവൺമെന്റിന്റെ വാഗ്ദാനങ്ങൾ. 39 കോൺഗ്രസ് മന്ത്രിസഭകൾ. 42 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിക്കുന്നു. 46 അദ്ദേഹം നോവാഖാലിയിലും മറ്റ് പ്രദേശങ്ങളും സന്ദർശിക്കുന്നു. ഗാന്ധിജിയുടെ ടൈം ലൈൻ ആണ്. നെക്സ്റ്റ് മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം 1906 ഡിസംബർ 30 ധാക്കയിലാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? ആഗാഖാൻ. ആഗാഖാൻ ആണ് മുസ്ലിം ലീഗിന്റെ സ്ഥാപക പ്രസിഡന്റ്. അപ്പോൾ അത് രണ്ടും മനസ്സിലായല്ലോ. നെക്സ്റ്റ് കുറച്ച് വിഭജനം പ്രമേയമാക്കിയ കുറച്ച് സിനിമകളുണ്ട്. മേഘ ധാക്കധാര, ഋത്വിക് കട്ടക്. മേഘ ധാക്കധാര, ഋത്വിക് കട്ടക്. സുബർണരേഖ, അതും ഋത്വിക് കട്ടക്കിൻ്റെയാണ്. ഗരം ഹവ, MS സത്യു. ഗരം ഹവ, MS സത്യു. തമസ്, ഗോവിന്ദ് നിഹലാനി. തമസ്, ഗോവിന്ദ് നിഹലാനി. അപ്പോൾ ആ 4 സിനിമകൾ നമ്മളൊന്ന് നോക്കി വെക്കണം. പിന്നെ കുറച്ച് കൃതികളുണ്ട്. എ ട്രെയിൻ ടു പാകിസ്ഥാൻ, ഖുശ്വന്ത് സിംഗ് എഴുതിയതാണ്. വിഭജനം പ്രമേയമാക്കിയതാണ്. ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഹെയ്റ്റ്, എ റിമെമ്പറൻസ് അറ്റ് 1947 ഖുശ്വന്ത് സിംഗ്. ഇന്ത്യാസ് പാർട്ടീഷൻസ്, മുഷിറുൽ ഹസൻ. ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, അനീറ്റ ഇന്ദർ സിംഗ്. ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, അനീറ്റ ഇന്ദർ സിംഗ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളൊരു ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും നമുക്ക് വരും ദിവസങ്ങളിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി വരും ക്ലാസ്സുകളിൽ കാണാം. താങ്ക്